ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനെ പറ്റിയാണ് വിശദമായി പറയുന്നത്. ഈ പോസ്റ്റിൻ്റെ പേര് വാർഡർ എന്നാണ്. സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൽഹി ജയിലുകളിലെ ജയിൽ പുള്ളികളുടെ സുരക്ഷ സൂക്ഷിക്കുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതുമായ ഒരു തസ്തികയാണ് വാർഡർ എന്ന് പറയുന്നത്. ഏതാണ്ട് 1700ഓളം വേക്കൻസികൾ ഇവിടെയുണ്ട്. 27 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇതിൽ ഞാൻ ഏറ്റവും പ്രത്യേകമായി കാണുന്നത് സത്യത്തിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് ഒരു പരിധി വരെ വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു പോസ്റ്റാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കായിക താരങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ അന്തർദേശീയ നിലവാരം പുലർത്തിയവരെ അല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് കായിക രംഗത്ത് കുറേ കാലം പരിശ്രമിക്കുകയും ഒരുപക്ഷെ ദേശീയ തലത്തിൽ വരെയൊക്കെ എത്താൻ പറ്റുള്ളൂ, അതിനുശേഷം ജോലി നേടാൻ കഴിയാതെ പോകുന്ന അനേകം കായിക താരങ്ങളെ എനിക്കറിയാം. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഈ കോച്ചസും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും ഒക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് പ്രവർത്തിച്ചതിന് ശേഷം നല്ലൊരു ജോലി ലഭിക്കാതെ പോയ അനേകരെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ളവർ നിർബന്ധമായും ഈ വീഡിയോ എത്തിക്കണം. കാരണം ഇതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ട്. സാധാരണ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ള തസ്തികയിലേക്കുള്ള പോസ്റ്റിങ്ങിൽ വരുമ്പോൾ നമ്മുടെ കായിക താരങ്ങൾക്ക്, ഇങ്ങനെയുള്ള കായിക താരങ്ങൾക്ക് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പൊസിഷനാണ്. അവരുടെ ഉയരം 170 സെൻറ്റിമീറ്റർ ആവണം, നെഞ്ചളവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പോർട്സിൽ പ്രവർത്തിച്ച കുട്ടികൾക്ക് ഇത് പ്രായോഗികമാകുന്നതായിരിക്കും. അതിനേക്കാൾ ഉപരി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുന്നുണ്ട്. 1600 മീറ്റർ ഓട്ടം അവർക്ക് 6 മിനിറ്റിൽ താഴെ ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം ലോങ് ജമ്പും ഹൈ ജമ്പും ഉണ്ട്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല, അവർക്ക് സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും വേണ്ടി വരും. 12ാം ക്ലാസ് നിലവാരത്തിലുള്ള ജനറൽ നോളജും ഇംഗ്ലീഷും ന്യൂമറിക്കൽ അനാലിസിസും ഒക്കെ ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിനകത്ത് പക്ഷേ ആകെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കായിക താരങ്ങൾ എപ്പോഴും പരിഭവം പറയുവാൻ സാധ്യതയുള്ളത് ജനറൽ നോളജും ഇംഗ്ലീഷും ഒക്കെ എൻ്റെ വീക്കാണ്, എനിക്കത് കിട്ടുമോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണല്ലോ ഈ ജനറൽ നോളജ് ടെസ്റ്റ് നടക്കുന്നത്. എനിക്കറിയാവുന്ന അനേകം കായിക താരങ്ങൾ CSFലും ഒക്കെ ഹെഡ് കോൺസ്റ്റബിളായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതുപോലുള്ള ടെസ്റ്റ് എഴുതി വിജയിച്ചിട്ട് തന്നെയാണ്. അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ കൂടുതൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇതിനകത്ത് വേറൊരു പ്രത്യേകത, ഏജിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, സാധാരണ റിലാക്സേഷന് പുറമെ കായിക താരങ്ങൾക്ക് മെറിറ്റോറി സ്പോർട്സ് പേഴ്സണ് 5 വർഷത്തെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻ എഫക്റ്റ് ഒരു 32 വയസ്സ് വരെയുള്ള കായിക താരങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ അവർ SC/ST വിഭാഗങ്ങളിലാണെങ്കിൽ വീണ്ടും അവർക്കുള്ള ഏജ് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ നമ്മളുടെ പരിചയത്തിലുള്ള ജോലി ലഭിക്കാതെ പോയ കായിക രംഗത്ത് നിന്ന് റിട്ടയർ ചെയ്തവരുണ്ടെങ്കിൽ നിർബന്ധമായി പറയണം. ഞാനിതിന് പ്രാധാന്യം കായിക രംഗത്തിന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് മിടുക്കരായ കുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. 12ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. കായികക്ഷമതയും ഉള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൺകുട്ടികളിലേക്ക് നിർബന്ധമായും വീഡിയോ എത്തിക്കണം. വളരെയധികം സപ്പോർട്ട് കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ലെവൽ 3യിലാണ് കിട്ടുന്നത്. എങ്ങനെ വന്നാലും തുടക്ക ശമ്പളം 45,000-ന് മുകളിൽ വരും. ഡൽഹി പോലുള്ള പ്രദേശത്ത് സ്വസ്ഥമായി നിങ്ങൾക്ക് ജീവിക്കുവാനും നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനും ഇത് ഉപയോഗപ്രദമാകും എന്നറിഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. താങ്ക് യു.